ഞങ്ങൾ രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. അപ്പോൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു. അപ്പോൾ മല്ലു ഫാമിലിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഫാമിലി ബ്ലോഗ് കാണുന്നവരെ തലതൊട്ടപ്പനായ നമ്മുടെ സുജിൻ ആൻഡ് പൊന്നൂസ് എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും മലയാളികൾക്ക് ഏറെ സുപരിചിതമായ, ഏറെ അംഗീകാരം നേടിയ 2 ബ്ലോഗർമാരാണ്. മില്യൺസ് കണക്കിന് ഫോളോവേഴ്സാണ് അവരെ പിന്തുടരുന്നത് എന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഫാമിലി ബ്ലോഗിൻ്റെ തുടക്കത്തിൽ ഈ ഒരു ട്രെൻഡിങ് ആയി വരുന്നതിന് മുന്നേ തന്നെ മലയാളികളുടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഒരു ഫാമിലി ആയിരുന്നു ഈ സുജിൻ ആൻഡ് പൊന്നൂസ് എന്ന് പറയുന്നത്. എന്നാലും അവർക്കും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ പരാജയങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പല തവണ അവരുടെ വീഡിയോ കാണുന്ന എല്ലാവരും പറഞ്ഞ കാര്യമാണ്. കാരണം തമാശക്ക് പോലും അവർ അതൊരു കണ്ടന്റാക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ പിരിയുന്നു എന്ന് പറഞ്ഞ വാർത്ത പല തവണ കണ്ടന്റാക്കി പ്രേക്ഷകരെ പറ്റിച്ച ഒരു ഫാമിലിയാണ് ഈ മല്ലു ഫാമിലി എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും തീർച്ചയായിട്ടും. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ ഒറിജിനലായിട്ട് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയാണ് ആദ്യം സുജിൻ ഇത് നമ്മളെ അറിയിച്ചത്. ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ അവിടെ വായിക്കാം. ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നി. ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ് പിരിയാമെന്ന്. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ ഇതിൻ്റെ പേരിൽ ആരും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ നെഗറ്റീവ് കമൻറ്റുകൾ, ട്രോൾ വീഡിയോകൾ ഉണ്ടാക്കി വരരുത്. ഞാൻ ഇതിനെപ്പറ്റി ഇനി ഒന്നും പ്രതികരിക്കില്ല എന്നാണ് ആദ്യമായിട്ട് ഇന്നലെ നമ്മുടെ സുജിൻ പങ്കുവെച്ച കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറയുന്നത്. എന്നാൽ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് ആൾക്കാർ വീഡിയോവുമായി രംഗത്ത് വരികയും അതിനെ തിരിച്ചും മറിച്ചുമിട്ട് വിശകലനം ചെയ്യുന്നതെല്ലാം കണ്ടതിന് ശേഷം ആത്യന്തികമായിട്ട് അവസാനമായിട്ട് യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോവുമായിട്ട് സുജിൻ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. ഞങ്ങൾ രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന് ഫാമിലിയിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവ് ഭാര്യനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, വിഷം കൊടുക്കുന്നു, അമ്മായി അച്ഛൻ അങ്ങോട്ട് തല്ലുന്നു, അമ്മോശാക്ക് ഇങ്ങോട്ട് തല്ലുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ 7 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ തല്ലുകളും കച്ചറുകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ 2 പേരും കൂടി എടുത്ത ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൻ്റെ പുറത്തെടുത്ത തീരുമാനമാണ് ഡിവേഴ്സ് എന്ന് പറയുന്നത് എന്ന് മല്ലു ഫാമിലിയിലെ നമ്മുടെ സുജിൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒരിക്കലും ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നും വളരെ ആലോചിച്ച ശേഷം തീർച്ചയായിട്ടും എടുത്ത ഒരു തീരുമാനമാണ്. ഇതൊരു വണ്ടി വാങ്ങുന്നത് പോലെ പെട്ടെന്നെടുത്ത ഡിസിഷൻ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ പ്രേക്ഷകരോട് അവർ പറയുകയാണ്. അതുപോലെ തന്നെ ഇവരെ കുറ്റപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും അവരുടെ ബ്ലോഗുകൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരുപാട് കണ്ടന്റുകൾ വീഡിയോ ആക്കിയ ഒരു മനുഷ്യനാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു വീഡിയോ വന്നതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിൻ്റെ വൈഫിന് നേരെ ഒരുപാട് വൃത്തികെട്ട കമൻറ്റുകളും വീഡിയോകളും എല്ലാം വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെയും ഇതായിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് 2 പാട് എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറയാം, അപ്പം അതിൽ അവളെ തന്നെ മോശക്കാരി ആക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളുടെ ഇതും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കണ്ടു.
അപ്പം ഞാൻ പറയാണ്, ഇനിയിപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ വേറെ ആരും ഈ ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയാണ്, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നുമല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളാരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പൊന്നൂസിനെതിരെ തീർച്ചയായിട്ടും വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകളും വീഡിയോകളും എല്ലാം കാണാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് അതിൽ വലിയ സങ്കടം വന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇതൊരു വീഡിയോ ആക്കി കണ്ടൻ്റാക്കി വീഡിയോ ചെയ്യാനൊന്നും ആഗ്രഹിച്ച ഒരു മനുഷ്യനല്ല എന്നും, ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല, ഞങ്ങൾ ഇവിടെ വെച്ച് പിരിയുകയാണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് തൊട്ട് പിന്നാലെ പൊന്നൂസും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ചില അസ്വാരസ്യങ്ങളുണ്ട് എന്നും, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ചില മെൻ്റൽ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ഒരു പോസ്റ്റ് പങ്കുവെക്കുകയാണ്. ഞങ്ങൾ ബന്ധം പിരിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഏറ്റവും നല്ല സുദിനങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എന്ന് കൂടി പൊന്നൂസ് അവരുടെ പോസ്റ്റിൽ തീർച്ചയായിട്ടും കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ പോസ്റ്റ് നിർത്തുന്നത്. തീർച്ചയായിട്ടും അവർ പറയുകയാണ്, ഈ പൊന്നൂസിനെ ആൾക്കാർ ഒരുപാട് ചീത്ത പറയുകയും അതുപോലെ തന്നെ കമൻറ്റിലൂടെ ദ്രോഹിക്കുകയും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സുജിൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തമ്പനയിൽ തന്നെ അദ്ദേഹം കൊടുത്തത് അവിഹിതം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ച് അദ്ദേഹം ചെയ്ത വീഡിയോ ആണ്. തീർച്ചയായിട്ടും അവിഹിതം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് സുജിൻ തന്നെ ഒന്ന് പറഞ്ഞു തരണം. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർ വളരെ മോശകരമായ രീതിയിലും അവരുടെ വൈഫിനെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇവൻ തന്നെയാണ്. ഇവൻ പറയുകയാണ് അത് എൻ്റെ അടുത്ത് നിന്ന് പറ്റിയ ഒരു തെറ്റാണ് എന്ന്. ഇപ്പോഴെങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്തരത്തിൽപ്പെട്ട വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പ്രൈവറ്റായ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കണ്ടൻ്റാക്കിയ ഒരു മനുഷ്യനാണ് ഈ സുജിൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അവരുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ അവരുടെ പ്രേക്ഷകർക്കും കാര്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ 2-3 പ്രാവശ്യം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെതിരെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് ഇതും ഒരു കണ്ടൻ്റാണ്, ഇത് റിയൽ അല്ല, ഇത് ഫേക്കാണ്, ഇദ്ദേഹം ഇത് ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു ഉടായ്പുമായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഏതായാലും സുജിൻ പ്രതികരിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കാം. പിന്നെ കുറേ ആൾക്കാരപ്പോൾ വന്നിട്ട് പറയും അവൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാണ്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാണെന്ന്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി കാണിക്കുകയാണെന്ന്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും, ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തരം താന്ന പരിപാടിയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം നിങ്ങൾക്കറിയാം, കാരണം യൂട്യൂബിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു ബന്ധം നമുക്കത് മുന്നിലേക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിരിയുക എന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു ഒറ്റ മൈൻഡിൽ എടുത്തൊരു തീരുമാനമല്ല. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒറ്റ മൈൻഡിൽ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു തീരുമാനമല്ല പിരിയുക എന്ന്, അങ്ങനത്തെ ഒരു തീരുമാനമല്ല. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരത് മനസ്സിലാക്കുക. വെറുതെ ഇതും പറഞ്ഞിട്ട് ഇനി കണ്ടന്റ് ആക്കിയിട്ടും വീഡിയോസ് ആക്കിയിട്ടും നെഗറ്റീവ് കമൻസുകൾ എഴുതിയിട്ടിട്ടും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോവുക. നമുക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനും അവളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും ആ കണ്ടിട്ടുണ്ടായിരുന്ന ഞാൻ അവളും ഭാര്യ ഭർത്താവായിട്ട് മുന്നിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെയല്ല, നമ്മൾ സെപ്പറേറ്റഡ് ആണ്. കാരണം ഞങ്ങളവളും ഇവിടെ ഇപ്പോൾ ഏകദേശം തോന്നുന്നു ഒരു 3 മാസം 4 മാസത്തിനടുത്തായി അവളെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും, ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ 2-3 ചാനലുണ്ട്, അതെല്ലാം ഇപ്പോൾ പോയിരിക്കുകയാണ്, മോണിറ്റൈസേഷൻ കട്ടായിരിക്കുകയാണ്. കാരണം എനിക്ക് വീഡിയോ ഇടാനൊന്നും സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ കിട്ടുന്ന പൈസയൊന്നും സുജിൻ ആവശ്യമില്ല എന്ന് പറയാം. സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് വന്നിട്ട് ബ്ലോഗ് തുടങ്ങിയ ഒരു മനുഷ്യനാണ് സുജിൻ എന്ന് പറയുന്നത്. വെച്ചടി അദ്ദേഹത്തിന് ഈ ഫാമിലി ബ്ലോഗ് ചെയ്തതിന് ശേഷം കയറ്റമായിരുന്നു. അതിന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു പൈസക്കാരനായി മാറിയത്. ഇപ്പോൾ അദ്ദേഹം കോടീശ്വരനാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഒരുപാട്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വിവാഹമോചിതരായി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് അതൊരു കണ്ടൻ്റാക്കി വിലസിയ ഒരു മനുഷ്യനാണ് സുജിൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഡിവോഴ്സ് വാർത്തയോടും ജനങ്ങൾ അങ്ങനെ തന്നെ പ്രതികരിക്കുന്നത്. കാരണം നിങ്ങളെ വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങളെ പ്രേക്ഷകർക്ക് വരെ ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ സത്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും അതിന് മോശകരമായ രീതിയിൽ നിങ്ങൾക്ക് കമൻ്റ് എഴുതി അയക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾക്കിവിടെ വന്ന്
അത്തരത്തിൽപ്പെട്ട മോശമായ ഒരു കാര്യം കളിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് അതിന് കാര്യങ്ങൾ വന്ന് പറയാൻ അർഹനായ വ്യക്തി നിങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും നിങ്ങളുടെ ഇതിൻ്റെ മുന്നിലെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടി സാധ്യതയില്ല. അതുതന്നെയാണ് അത്തരത്തിൽപ്പെട്ട മോശപ്പെട്ട കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോക്ക് താഴെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീഡിയോ എടുത്ത് ട്രോളുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പലതവണ ഞാനും നിങ്ങളുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഇതൊരു തിരിച്ചടിയായിട്ട് നിങ്ങൾക്ക് വരുമെന്ന് തീർച്ചയായിട്ടും കാണുന്ന ഏതൊരു പ്രേക്ഷകനും തോന്നും. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. ഈ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 100% ഇല്ലെങ്കിലും ഒരു 50% മുകളിൽ ആൾക്കാരും പൊന്നൂസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യയെ അനുകൂലിച്ചും നിങ്ങളെ എതിർത്തും തന്നെയാണ് വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ കമൻറ്റുകൾ അയക്കുന്നതും. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റ് തന്നെയാണ്. പിന്നെ ആത്യന്തികമായിട്ട് നിങ്ങൾ രണ്ടുപേരും എടുത്ത ഒരു തീരുമാനമാണ്. 2-3 മാസമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പിരിഞ്ഞിട്ട് അവർ അവരുടെ വീട്ടിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുമാണ് താമസിക്കുന്നത് എന്ന് പറയുന്നു. മക്കൾ നിങ്ങളുടെ ഒപ്പരമാണ് എന്നൊക്കെ പറയുന്നു. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിലുള്ള കാര്യങ്ങളാണ്. അതിലേക്കൊന്നും കടന്ന അഭിപ്രായം പറയാൻ ഞങ്ങൾ ആളല്ല. തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കാണ് നിങ്ങളുടെ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എടുത്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് വാളിച്ചകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ടും അതുപോലെ തന്നെ കമൻറ്റുകളായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.